ശബരിമല പ്രവേശനത്തിനെതിരായ സമരത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളുമായി ബി.ജെ.പി. നേതാവ് പി.എസ്. ശ്രീധരൻപിള്ളയുടെ പുസ്തകം. യുവതീ പ്രവേശനം തടയാൻ തന്ത്രിയെ താനാണ് ഉപദേശിച്ചത് എന്ന് ശ്രീധരൻപിള്ള. ആചാരലംഘനമുണ്ടായാൽ നടയടയ്ക്കാനും ശുദ്ധികലശത്തിനും തന്ത്രിക്ക് അവകാശമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി. നാളെ പുറത്തിറങ്ങുന്ന ശബരിമല സമരവും സുവർണാവസര വിധിയും എന്ന പുസ്തകത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ഏറെ നിർണായകമായ സമയത്താണ് ഈ ഒരു പുസ്തകം പുറത്തു വരുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ചൂടിങ്ങനെ അടുത്ത് നിൽക്കുന്നു. യുവതീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്ന ഒരു സമയത്ത്, ശബരിമല വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു സമയത്താണ്. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ, പ്രത്യേകിച്ചും തന്ത്രിയെ താൻ ഉപദേശിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ശ്രീധരൻപിള്ള ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പുസ്തകത്തിന്റെ ഉള്ളടക്കം എങ്ങനെയാകും? അത് പുറത്തു വരുമ്പോൾ വലിയ തരത്തിലുള്ള ചർച്ചയാകുമോ പ്രസാദ്? സ്വാതി, നാളെയാണ് ബി.ജെ.പി. നേതാവായിട്ടുള്ള പി.എസ്. ശ്രീധരൻപിള്ളയുടെ ശബരിമല വിധിയും ശബരിമല സമരവും സുവർണാവസര വിധിയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുസ്തകം പുറത്തിറങ്ങുന്നത്. ഇത് പ്രധാനമായും ശബരിമല സമരമാണ്. അതായത് 2018 സെപ്റ്റംബർ 28-നാണ് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് വരുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് കേരളത്തിൽ വലിയ പ്രക്ഷോഭം നടന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം നടന്നിരുന്നത്, അന്ന് 2 യുവതികൾ ശബരിമലയിലേക്ക് വരുന്ന സമയത്ത് തന്ത്രിയും പരികർമ്മികളും ശബരിമല 18-ാം പടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് നടയടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ശ്രീധരൻപിള്ളയുടെ ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നത്. അന്ന് വലിയ ആശങ്ക, ഈ ആചാര ലംഘനം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശങ്ക പല നേതാക്കൾക്കും സമുദായ നേതാക്കൾക്കും ഉണ്ടായി. അതിൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹിന്ദു സമുദായ നേതാവ് തന്നെ ഒരു ദിവസം വിളിക്കുന്നു. അന്ന് പറയുന്നു, ഇങ്ങനെ ആചാര ലംഘനം ഉണ്ടാകുന്നത് തടയാൻ എന്താണ് മാർഗം എന്നത് അദ്ദേഹത്തോട് ചോദിക്കുന്നു. അങ്ങനെയാണ് ഈ സുപ്രീം കോടതി ഇതിൽ ആചാരലംഘനം ഉണ്ടായാൽ നടയടയ്ക്കാനും അവിടെ ശുദ്ധികർമ്മം നടത്താനുമുള്ള അവകാശം തന്ത്രിക്കാണ് ഉള്ളത് എന്ന് താൻ ആ നേതാവിനോട് പറയുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയെങ്കിൽ അത് തന്ത്രിയെ ഒന്ന് ബോധ്യപ്പെടുത്തിക്കൂടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തന്ത്രി അവിടുന്ന് വിളിച്ചാൽ ഞാനത് പറയാം എന്നതാണ് ശ്രീധരൻപിള്ള ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്കൊരു ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ വന്നിട്ട് തന്ത്രിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ തന്ത്രിയോട് സംസാരിക്കുമ്പോൾ തന്ത്രി പറയുന്നത്, ഈ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രിക്ക് ഏതെങ്കിലും ഒരു നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആചാര ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ നടയടയ്ക്കാനും മറ്റ് കർമ്മങ്ങൾ ചെയ്യാനുമുള്ള അവകാശം തന്ത്രിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാം. അതൊരിക്കലും കോടതി അലക്ഷ്യമാകുന്നില്ല എന്നുള്ളതാണ് താൻ നൽകിയിട്ടുള്ള ഉപദേശം. സാറിൻ്റെ ഈ ഉറപ്പ് മതി എന്ന ഒരു വാചകത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീടാണ് അവിടെ തന്ത്രിയും പരികർമ്മികളുമെല്ലാം ആ യുവതീ പ്രവേശനം തടയാൻ വേണ്ടി പരസ്യമായി തന്നെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ശ്രീധരൻപിള്ളയുടെ ഈ പുസ്തകത്തിലുള്ള പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ. തന്നെ വിളിച്ച ഹിന്ദു സമുദായ നേതാവ്, ആ പേര് ആ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണ് അദ്ദേഹത്തെ വിളിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്നത്തെ വിവാദങ്ങളും ബി.ജെ.പി. മറ്റ് പാർട്ടികളെല്ലാം എടുത്ത സമീപനങ്ങളും കോടതി ഉത്തരവിൻ്റെ വിശദാംശങ്ങളും എല്ലാമാണ് പുസ്തകത്തിൽ പ്രധാനമായും ഉള്ളത്. മറ്റൊന്ന്, കോഴിക്കോട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ടായിരുന്നു. അന്ന് വലിയ വിവാദമാണ്. ഇതൊരു സുവർണാവസരമാണ് എന്നത് അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ആ പുസ്തകത്തിലുണ്ട്. മറ്റൊന്ന്, അതിൽ എടുത്തു പറയേണ്ടത്, അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള ശ്രമം ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന അന്നത്തെ ടിക്കാറാം മീണയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതെല്ലാം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ശബരിമല സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള അന്നത്തെ സംഭവവികാസങ്ങളിൽ അന്നത്തെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്നു പി.എസ്. ശ്രീധരൻപിള്ള. അത്തരം കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ള. അതിലെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് തന്ത്രിയെ ഉപദേശിച്ചത് ഞാനാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗം. ശരി പ്രസാദ്, അതുതന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ. തന്ത്രിയെ ഉപദേശിച്ചത് താനാണ് എന്ന് ശ്രീധരൻപിള്ള പറയുന്നതാണ്. എന്താണ് ഇനി ആ പുസ്തകത്തിലെ മറ്റ് നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ എന്നൊക്കെ നാളെ എന്തായാലും പുസ്തകം പുറത്തിറങ്ങും, അന്നേരം അറിയാൻ സാധിക്കും.